പിന്നീട് മിസ് ഇതിൽ എഴുതിയ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, ഹർഷവർദ്ധന, പാല ഡൈനാസ്റ്റി, ഹർഷവർദ്ധന ഡൈനാസ്റ്റി, രാഷ്ട്രകൂദാസ് ഡൈനാസ്റ്റി, ചോള ഡൈനാസ്റ്റി, പിന്നെ ബ്രാഹ്മണിക്കൽ സൊസൈറ്റീന് ഇമ്പോർട്ടൻസ് ആണ്. അത് വേറെ തന്നെ എസ്സേ ചോദിക്കും കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഹർഷ, പാല, രാഷ്ട്രകൂദാസ്, ചോള, ഇവരൊക്കെ ഈ ഒരു മിഡീവൽ പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ രാജഭരണം കാഴ്ചവെച്ച് പോയ കുറച്ച് രാജഭരണം അല്ലെങ്കിൽ ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിലൊക്കെ എന്തുണ്ടായിരുന്നു? ഹർഷവർദ്ധന, ഹീസ് എ വെരി വെൽ നോൺ കിങ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടാണ് നമ്മളിപ്പോൾ ഇതിലൂടെ പറയുന്നത് അല്ലേ. അപ്പം പിന്നെ അത് നെക്സ്റ്റ് ഹർഷവർദ്ധന, ദെൻ ചോള കിങ്, ബ്രാഹ്മണിക്കൽ സൊസൈറ്റി. മിസ് ഇവിടെ എഴുതിയത് എന്താണ്? ബ്രാഹ്മണരുടെ ഒരു അതീശത്വം മനസ്സിലാക്കാൻ വേണ്ടി ആ സൊസൈറ്റി എന്തെന്ന് പേര് വന്നു? ബ്രാഹ്മണിക്കൽ സൊസൈറ്റി എന്ന് തന്നെ വിളിക്കേണ്ടി വന്നു. കാരണം ബാക്കിയുള്ള ആർക്കും എന്തില്ല, പേരില്ല, മെയിനല്ല. ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞാൽ മെയിനാവുക എന്ന് പറയില്ല, സാധാരണ കോമഡിയിലൊക്കെ കാണാം മെയിനാവുക, ഞാനാ മെയിനാവുക. അപ്പം പണ്ടത്തെ കാലത്ത് മെയിനായത് ആരായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. അവിടെ കീഴിൽ പാവമായി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരൊന്നും എന്തല്ല, മെയിനല്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയിൽ തന്നെ അതിൽ തന്നെ നമുക്ക് എസ്സേ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ ഓരോന്ന് വേദകാലഘട്ടം എടുത്താൽ തന്നെ ഇഷ്ടംപോലെ എഴുതാനുണ്ട്. വേദം വന്നതിന് ശേഷമാണ് സംസ്കൃത ഭാഷ സ്പ്രെഡായത്. സംസ്കൃതം ഒരാൾ മാത്രം വായിക്കാൻ പറ്റുള്ളൂ, മറ്റവർക്ക് വായിക്കാൻ പറ്റൂല, ശൂദ്രക്കാർക്ക് വായിക്കാൻ, മറ്റൊരു വഴി നടക്കുമ്പോൾ ഇവർ മാറിക്കൊടുക്കണം. അങ്ങനെയുള്ള കാസ്റ്റ് സംബന്ധമായ നീചങ്ങൾ, നീചമായ ചില കാര്യങ്ങൾ, അതൊന്നും നമുക്കൊന്നും ഇപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യ. വസ്ത്രം അവർക്ക് മാത്രമേ ഇടാൻ പറ്റും, നമുക്ക് പാവപ്പെട്ടവർക്ക് വസ്ത്രം ഇടാൻ പറ്റൂല, അതൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏർലി മിഡീവൽ പീരീഡിൽ നിന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഹർഷവർദ്ധന, പാല ഡൈനാസ്റ്റി, രാഷ്ട്രകൂദ ഡൈനാസ്റ്റി, ചോള ഡൈനാസ്റ്റി, ഇവരൊക്കെ എന്താണ് ഭരണം ഇവിടെ കാഴ്ചവെച്ച് പോയ ചില രാജഭരണ കുടുംബങ്ങളാണ്, അല്ലെങ്കിൽ രാജാക്കന്മാരാണ്. ഇവിടെ കാലഘട്ടത്തിൽ ആർട്ടും ലിറ്ററേച്ചറും ലാംഗ്വേജും ആ സമയത്ത് ബംഗാളി, മറാഠി, ഒറിയ എന്ന് പറയുന്ന ലിറ്ററേച്ചർ വളരെയധികം എന്തായി സ്പ്രെഡ് ആയിട്ടുണ്ട്. ആ സമയത്ത് അതിലൊക്കെ ഇവർ ലാംഗ്വേജ് സംസാരിക്കാനൊക്കെ ജനങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ ജനങ്ങളെ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയാം. നടരാജ വിഗ്രഹങ്ങൾ കേട്ടു, നടരാജൻ, ആ വിഗ്രഹങ്ങൾ അത് ലിറ്ററേച്ചറിൽ വരും അല്ലേ? അല്ല, അവിടെ കൾച്ചറൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ആർട്ടിൽ വരും നടരാജ വിഗ്രഹം. ആ സമയത്താണ് നടരാജ സങ്കല്പമൊക്കെ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ കുറേ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ ലേൺ. അപ്പം ആ സമയത്തുള്ള പിന്നെ ആ സമയത്തുള്ള കുറച്ച് നമ്മൾ പറഞ്ഞ ശൂദ്ര പറഞ്ഞ് ബ്രാഹ്മണ, സാമവേദം, യജുർവേദത്തിലൊക്കെ അങ്ങനത്തെ ഇവരൊക്കെ പറ്റി പറയും. ആരൊക്കെയാണ്? വൈശ്യര്, ക്ഷത്രിയര് ഫസ്റ്റ്, അതായത് വേദകാലഘട്ടത്തിൽ 4 കാറ്റഗറി, ചാതുർവർണ്ണം എന്നാണ് പറയുക. ചതുർവർണ്ണം, 4 വർണ്ണങ്ങൾ. ഏതായിരുന്നു 4 വർണ്ണം? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണരായിരുന്നല്ലോ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ആളായിട്ട് നിൽക്കുക. പിന്നെ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇത് കൂടാതെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു വിഭാഗം, ഒരു 4 വിഭാഗമായി വേറെ തരംതിരിച്ചാണ് ചമനാസ്, പരമാൻസ്, പ്രതിഭൻസ്, ചണ്ടാളന്മാർ. ഈ ബ്രാഹ്മണയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേർക്ക് ഒരു ഇതുണ്ട്, അതായത് ചാമനാസ്, പരമനാസ്, പ്രതിഭൻസ്. അപ്പോൾ ഇവർക്ക് ഓരോ സെക്ഷനാണ്. ഏറ്റവും ഇതിൽ ഇവരൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ. ചണ്ടാളന്മാർ, ചണ്ടാള എന്ന് പറയുന്നൊരു വിഭാഗം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ചണ്ടാളന്മാർ, ചണ്ടാളാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ചണ്ടാല ഭിക്ഷുകി നിങ്ങൾ കേട്ടിട്ട്, കുമാരനാശാൻ്റെ അപ്രസിദ്ധമായ ഒരു കാവ്യമുണ്ട് ചണ്ടാല ഭിക്ഷുകി. അതൊക്കെ ഏർലി മെഡീവൽ പീരീഡിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ് ചണ്ടാല ഭിക്ഷുകി. അതായത് ഒരു ചണ്ടാലൻ, അതായത് എന്താ പറയുക, മരിച്ചുപോയ ആൾക്കാരെ ദഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ ബേൺ ചെയ്യുന്ന, കത്തിക്കുന്ന, അന്ന് കത്തിക്കലുണ്ടോ അറിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അവരെ ശവം അടക്കം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഡെഡ് ബോഡി നോക്കുന്ന, അല്ലെങ്കിൽ അവിടെ ആ പരിസരത്ത് താമസിക്കുന്ന, അത് മാത്രം ചെയ്ത് ജീവിക്കുന്ന, അത് നമ്മളെ ലൈഫിന് എന്താണ് ഭയങ്കര ഇതായിരിക്കും അല്ലേ, ഇറിറ്റേഷൻ ആയിരിക്കും.
അവർക്ക് മുടി വെട്ടാൻ സമ്മതിക്കൂല, വൃത്തിയില്ലാത്തൊരു ബ്ലാക്ക് രാക്ഷസന്മാരെ പോലെ വേഷമാണ് ഇവരെ വേഷം. കണ്ടാൽ തന്നെ പേടിയാവും. ഇവരെ സമൂഹത്തിന് പുറത്തേ നിൽക്കാൻ പറ്റുള്ളൂ. ഇവരെ വീടിൻ്റെ അടുത്തേക്കോ ഇവരെ തൊടികളിലേക്കോ ഇവർ അഗ്രികൾച്ചർ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കോ ക്ഷേത്ര പരിസരങ്ങളിലേക്കോ ഒന്നും വരാൻ പറ്റാതെ ഈ ശവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം ജീവിച്ച് ശവം കൊണ്ടുവരുമ്പോൾ അങ്ങനെ അത് ദഹിപ്പിക്കുന്ന പണികൾ അത് മാത്രം എടുക്കുന്ന കുറച്ച് ആൾക്കാരാണ് ചണ്ടാളന്മാർ. അവരെന്താണ് സമൂഹത്തിൽ നിന്നും എന്താ പറയുക അകന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ചണ്ടാളന്മാർ. അപ്പോൾ അതുവരെ ആ ഒരു സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏർലി മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിൽ നടന്ന നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നടന്നതാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡൽഹി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം. ഡൽഹി സുൽത്താനേറ്റ് ആണ്. നിങ്ങൾക്കറിയാലോ റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഇസ്ലാം മതം കൂടുതലും സ്പ്രെഡ് ചെയ്തൊരു കാലഘട്ടമാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്. ഇതിലെ പേര് നിങ്ങൾക്ക് കേൾക്കാം, സുൽത്താനേറ്റ് എന്ന് കേട്ടാൽ തന്നെ എന്താണ് സുൽത്താൻ, ഇറ്റ്സ് എ ഇസ്ലാമിക് നെയിം എന്നൊക്കെ പോലെ തോന്നുന്നില്ലേ? ദ സ്പ്രെഡ് ഓഫ് മിസ് ഇവിടെ എഴുതുന്നുണ്ട്. ഇസ്ലാം മതം വ്യാപിച്ചിരുന്ന കാലഘട്ടമാണ് ഏത് കാലഘട്ടം? ഈ ഒരു മിഡീവൽ പീരീഡിന് ശേഷമാണ് ആര് വന്നത്? നമ്മുടെ സുൽത്താനേറ്റ് കാലഘട്ടം. ഇതിൽ ഇസ്ലാം മതം the 17th century the new religion named Islam was born in Arabia. അപ്പോൾ ഇന്ത്യയായി ബന്ധപ്പെട്ടതല്ല, ഒരു പീരീഡാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഏർലി മിഡീവൽ പീരീഡിൽ ഇന്ത്യയിലത്തെ സംഭവമാട്ടോ അതൊക്കെ. ഏത് ഈ ചണ്ടാളന്മാരും ബ്രാഹ്മണിക്കൽ സൊസൈറ്റി. അപ്പോൾ നമ്മൾ ലോകത്ത് നടന്ന് മൊത്തത്തിൽ ഇങ്ങനെ പറയുന്ന സംഭവം അതിലൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറയുന്നത് AD നൂറ്റാണ്ടിൽ. ഏത് 7th century AD ന്യൂ റിലീജിയൻ വന്നത് ഇസ്ലാം. ഇറ്റ് ഈസ് ബോൺ ഇൻ അറേബ്യ. എവിടെയാണ് അത് ജനിച്ചത്? ഈ മതം അറേബ്യയിലാണ്. ഇൻ എ വെരി ഷോർട്ട് സ്പാൻ കാർവ്ഡ് വിത്ത് എംപയർ എക്സ്റ്റെൻഡിങ് നോർത്ത് ആഫ്രിക്ക ടു Peninsula, Iran and India. Islam was founded and reached in Prophet Muhammad. The religion transformed the religious and political social life not only the people of Arabia but also many parts of the world. Not only in Arabia, ആ വേർഡ് ശ്രദ്ധിക്കണം, അറേബ്യയിൽ മാത്രമല്ല, ബട്ട് ഓൾസോ ഇറ്റ്സ് സ്പ്രെഡ് ഇൻ ഓൾ ഇന്ത്യ, ഓൾ വേൾഡ്. ഇന്ത്യയിലല്ല, ഓൾ വേൾഡ്. അതായത് അത് ജനിച്ചത് അറേബ്യയിലാണെങ്കിലും അത് സ്പ്രെഡ് ചെയ്ത് ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്തൊരു മതമായിരുന്നു ഏത്? നമ്മുടെ ഇസ്ലാം മതം. അതിൻ്റെ പ്രൊഫറ്റിൻ്റെ മലയാളമാണ് പ്രവാചകൻ. ആരാണ് പ്രവാചകൻ? മുഹമ്മദ് എന്ന് പറയുന്നൊരു മുഹമ്മദ് നബിയിലെ നമ്മുടെ മുഹമ്മദാണ് നമ്മുടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വന്ന പ്രവാചകൻ. The religion transformed in religious and political social life. Not only Islam is laid upon the belief in the God holy as Quran. Muslim believes that the Quran is revealed by God, Prophet Muhammad. ഓക്കെ, പ്രവാചകൻ മുഹമ്മദാണ് ഇതിൻ്റെ ഒരു പ്രൊഫറ്റ് സ്പ്രെഡ് ചെയ്യാൻ വന്ന ആൾ. കൂടാതെ അവിടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഖുറാൻ. അതിലധിഷ്ഠിതമായ പറഞ്ഞ കാര്യങ്ങളാണ്, ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ജനങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഫറ്റ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും നന്മ നിറഞ്ഞൊരു ജീവിതമാണ് അവർ ആഗ്രഹിച്ചതും അവരങ്ങനെയാണ് ജീവിച്ചതും. Then this is like given to rulers or succeeded Prophet Muhammad. Umayyad Caliph succeeded the pious of Caliph. Then the Arab expansion was notable in period of accumulation between Arab conquered West Asia, Jordan, Iraq, Turkey and Persia. Arab ആരൊക്കെ കോൺകേർഡ് ചെയ്തത്? കോൺകേർഡ് മീൻസ് കീഴടക്കിയത് എവിടേക്കാണ്? വെസ്റ്റ് ഏഷ്യ, ജോർദാൻ, Iraq, Turkey and Persia. Okay, they also conquered part of North Africa and Southern Europe. During the early years of century, the Umayyad dynasty, okay, they had created large ever Muslim state in existed. Arab were also attracted by the wealth of India. അറബികളും നമ്മുടെ വെൽത്ത് ഓഫ് ഇന്ത്യ അട്രാക്റ്റഡ് ഇൻ വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഇന്ത്യയിലുള്ള സമ്പത്തിനെ ആരും നോട്ടമിടാൻ തുടങ്ങി. നോട്ടടല്ലേ, അങ്ങനെ ഞങ്ങളത് പൊക്കും എന്നുള്ള ലെവലിൽ നമ്മളത് കൊണ്ടുവരും എന്നുള്ള ലെവലിൽ അറബികളും നമ്മുടെ ഇന്ത്യയെ നോക്കാൻ തുടങ്ങി. ദ റീസൺ ദ ഇൻവാഷൻ ഓഫ് സിദ് വാസ് അവെഞ്ചസ് ഓഫ് plunder Arab ships of and King Dahir, Dahir. അറബിലൊരു കിങ് ആണ് ദാഹിർ. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. നമ്മുടെ വെൽത്ത്, നമ്മുടെ സാമ്പത്തികം ചൂഷണം ചെയ്യാൻ വന്നത്. റഫ്യൂസ് ദ പണിഷ് ഓഫ് പെരസ് ആൻഡ് അങ്ങനെ അറബ്സ് എവിടെ എത്തുകയാണ്? നമ്മുടെ
Economic life is distributed result of campaigns of Quraysh. A large number of people, merchants fled from Sindh. He had conquered the major portion of Sindh with the lover of Punjab. അങ്ങനെ അവർ ഇന്ത്യയിൽ എത്തുന്നു. ഇന്ത്യയിലെ പഞ്ചാബിലാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് കോൺകർ ചെയ്യാൻ, നമ്മുടെ പിടിച്ചടക്കാൻ പഞ്ചാബ് വരെ ആരെത്തി? അറബികളെത്തി. His rules all the 2 years, however, many Arabs settled down in Sindh and established relation with the local population. സിന്ധ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാലോ, അവിടെ established relation with the local population. The Arab influence in the period with the pockets, the Muslim influence established various parts in Sindh. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അറബികൾ അവിടെ ഇസ്ലാം മത പ്രചരണം തുടങ്ങി. മുഹമ്മദ് ഗസ്നി. ആരാണ് മുഹമ്മദ് ഗസ്നി? മുഹമ്മദ് ഗസ്നി ഇൻവേഡഡ് ഇന്ത്യ in 7 times. മുഹമ്മദ് ഗസ്നി വാസ് ദ സൺ ഓഫ് സാബൂട്ടിൻ, ദ ഫൗണ്ടർ ഓഫ് ഗസ്നി ഡൈനാസ്റ്റി, ടർക്കിഷ് സ്ലേവ് കമാൻഡർ. അദ്ദേഹം എന്താണ്? ഒരു സ്ലേവ് കമാൻഡറാണ്. നമ്മുടെ ഇന്ത്യ കീഴടക്കാമെന്ന പല യൂറോപ്യൻസിനെ കൂടെയുള്ള ഒരാളായിരുന്നു മുഹമ്മദ് ഗസ്നി. മറന്നുപോയത് കുറേ പേരുകൾ മിസ് ഇങ്ങനെ പറഞ്ഞു. മുഹമ്മദ് ഗസ്നിയാണ് നമ്മൾ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ വേറൊരാളാണ് മുഹമ്മദ് ഗോർ. ഹീസ് വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ എസ്റ്റാബ്ലിഷ് പെർമനൻറ്റ് അമ്പയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആർക്കും വിട്ടുപോകാൻ, ഇവരൊക്കെ ഇന്ത്യ കീഴടക്കി തിരിച്ചു പോകാൻ ഇവർക്കൊന്നും ഇഷ്ടമല്ല. ഇവർക്ക് എന്ത് ചെയ്യണം? ഇവിടെ തന്നെ നിന്ന് പെർമനൻ്റായിട്ട് നിന്ന് നമ്മുടെ വെൽത്തും നമ്മുടെ എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ രാജാക്കന്മാരുടെ പേര്. അതിലൊരാളാണ് മുഹമ്മദ് ഗസ്നി, ഗോറിയൊക്കെ. ദെൻ ഹിസ് കമ്പനി വേർ ഓർഗനൈസ്ഡ് എ കോൺകറർ ബൈ ടെറിട്ടറി ആൻഡ് ജനറൽ ബിഹൈൻഡ് ടു ഗവേൺ ഹിസ് അബ്സെൻസ്. അല്ലേ? അപ്പം നമ്മൾ ടെറിട്ടറി കോൺകർ ചെയ്യുക. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓരോ പ്രദേശങ്ങളും ഇവർ കോൺകർ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ മൊത്തത്തിൽ ആരെ കീഴിലായി? അറബികൾ ഇവിടെ എന്ത് ചെയ്യും? കുറച്ച് കാലത്തോളം അവരും ഇവിടെ എന്ത് ചെയ്തു? നമ്മളെ പിടിച്ചടക്കി ഭരിച്ചിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഏർലി മിഡീവൽ പീരീഡിലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ എന്താവും, ഭയങ്കര കുറേ ഉണ്ടെന്ന് ഒന്നും വിചാരിക്കേണ്ട. അതിൽ ആർട്ടും ലിറ്ററേച്ചറും ലാംഗ്വേജ്, ഈ സംഭവങ്ങൾ, ഹർഷവർദ്ധന, ഇതൊക്കെ ജസ്റ്റ് ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയൊക്കെ കുഞ്ഞു ചോദ്യം. പിന്നെ സുൽത്താനേറ്റ് കാലഘട്ടമാണ് എസ്സേ ആയിട്ട് വരിക. പിന്നെ ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയെ പറ്റി എഴുതാനുണ്ടാവുള്ളൂ. എല്ലാം കൂടെ എന്ത് ചെയ്യണം? കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ.